ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതിനൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഹായ്, ഗുഡ് ഈവനിങ്. എൻട്രിയുടെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് RRB ഗ്രൂപ്പ് ഡിയുടെ ഒരുപാട് ഡൗട്ട്സ് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ എക്സാം സിലബസിന് എന്തെങ്കിലും മാറ്റമുണ്ടോ, അതുപോലെ എക്സാം പാറ്റേൺ എന്തെങ്കിലും മാറ്റമുണ്ടോ, അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് എങ്ങനെയാണ്, അതുപോലെ തന്നെ നമുക്ക് ഹൈറ്റിന് പ്രശ്നമുണ്ടോ, അങ്ങനെ എല്ലാ ഡൗട്ട്സും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഒറ്റ വീഡിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് വരുന്ന കാര്യങ്ങളെല്ലാം ഞാനത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഡേറ്റ്സ്, അതായത് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നത് ജനുവരി 22-നാണ്, ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയത് ജനുവരി 23-നും, ആപ്ലിക്കേഷൻ എൻഡ് ചെയ്യുന്നത് ഫെബ്രുവരി 22-നുമാണ്. അപ്പോൾ ഈ രണ്ട് ഡേറ്റ്സും വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ട് വരുന്ന രണ്ട് ഡേറ്റ്സ് ആണ്. നമുക്ക് ആപ്ലിക്കേഷൻ എൻഡ് ചെയ്യുന്നത് ഇപ്പൊ ഓൺഗോയിങ് ആണ് ആപ്ലിക്കേഷൻ. അപ്പൊ ആപ്ലിക്കേഷൻ എൻഡ് ചെയ്യുന്നത് ഫെബ്രുവരി 22-നാണ്. ഇനി പേയ്മെന്റ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് വന്നിട്ട് ഒരു 2 ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യും. അതായത് ഫെബ്രുവരി 24-നാണ് നമുക്ക് പേയ്മെന്റ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഓൺലൈൻ പേയ്മെന്റ് കാര്യങ്ങളാണ് വരിക. ഇനി നമുക്ക് വിൻഡോയിൽ എന്തെങ്കിലും കറക്ഷൻ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് 25 ഫെബ്രുവരി തൊട്ട് മാർച്ച് 6 വരെയാണ്. അപ്പോൾ കറക്ഷൻ വിൻഡോയ്ക്കകത്ത് നമുക്കിപ്പോ ഫോട്ടോയ്ക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മളിപ്പോ സിഗ്നേച്ചറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് മാറ്റാവുന്നതാണ്. ഇതിനകത്ത് നമുക്ക് മാറ്റാൻ പറ്റാത്തതായിട്ടുള്ള 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള റെയിൽവേ ഏതാണോ അത് നമുക്ക് മാറ്റാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പം എന്തെങ്കിലും ബേസിക് ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഇനി നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാല് ഏജ് ആണ്. ഏജ് നമുക്ക് സാധാരണ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം, റെയിൽവേ നോട്ടിഫിക്കേഷൻ പ്രകാരം ആണെന്നുണ്ടെങ്കിൽ 18 വയസ്സ് തൊട്ട് 33 വയസ്സ് വരെയാണ്. പക്ഷേ ഇപ്പോഴത്തെ സെൻ പ്രകാരം 18 വയസ്സ് തൊട്ട് 36 വയസ്സ് വരെ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. അതായത് നമുക്കിപ്പോ ഏജ് ഗ്രൂപ്പ് 18 to 36 ആണ്. അപ്പർ ലിമിറ്റ് വരുന്നത് 2/1/1989 മുന്നേ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പം 2/1/1989 തൊട്ട് 1/1/2007 വരെയുള്ള കാൻഡിഡേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇതില് UR ആൻഡ് EWS ആണെന്നുണ്ടെങ്കിൽ 2/1/89 തൊട്ടാണ്. അതുപോലെ OBC നോൺ ക്രീമി ലെയർ ആണെന്നുണ്ടെങ്കിൽ 986 ആണ്. SC STക്ക് ആണെങ്കിൽ 984 ആണ്. അപ്പോൾ ഏജ് റിലാക്സേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ OBC നോൺ ക്രീമി ലെയറിനാണെന്നുണ്ടെങ്കിൽ 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC STക്ക് ആണെങ്കിൽ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ ബാക്കി ലോവർ ലിമിറ്റ് എല്ലാ കമ്മ്യൂണിറ്റീസിനും ഒരേ ലോവർ ലിമിറ്റ് തന്നെയാണ്. 1/1/2007 വരെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ ഏജ് ലിമിറ്റ് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന ക്വാളിഫിക്കേഷൻ ആണ്. ക്വാളിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്കിത് 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു പരീക്ഷയാണ്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക്, അതുപോലെ ITI കഴിഞ്ഞവർക്ക്, അതുപോലെ തന്നെ നമുക്ക് NAC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക്, നാഷണൽ അക്രഡിറ്റ് സർട്ടിഫിക്കേഷൻ ഉള്ളവർക്കും ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അതും NCVT SCVT ഗ്രാന്റ് ചെയ്തിട്ടുള്ള NAC സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഇനി ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുമോ? നിങ്ങളിപ്പോ +2 യോഗ്യതയുള്ളവരായിക്കോട്ടെ, ഡിഗ്രി യോഗ്യതയുള്ളവരായിക്കോട്ടെ, ഈവൻ ഒരു PG യോഗ്യതയുള്ളവരാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് 10ാം ക്ലാസ് യോഗ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പം നമുക്കിപ്പോ +2ലേക്കായാലും ഡിഗ്രിയിലേക്കായാലും നമ്മൾ 10 എന്ന് പറയുന്ന ഒരു വലിയൊരു കടമേ പോകാൻ പറ്റുള്ളൂ അല്ലെ? അപ്പോൾ 10ാം ക്ലാസ് യോഗ്യതയുണ്ടോ, അങ്ങനെയുള്ള എല്ലാവർക്കും ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അങ്ങനെ പ്രത്യേകം ഡിഗ്രി ഉള്ളവർക്ക് കൊടുത്തുകൂടാ, അങ്ങനെ ഒന്നും റെയിൽവേ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു ഡൗട്ട് മാറിയല്ലോ. ഇനി എക്സാം പാറ്റേൺ ആണ്. ആകെ ഒരൊറ്റ പരീക്ഷയാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്. കൂടെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അത് കഴിഞ്ഞാൽ മെഡിക്കൽ എക്സാമിനേഷൻ. ഇങ്ങനെ 4 സ്റ്റേജസ് കഴിഞ്ഞാണ് നമ്മൾ ഈ പോസ്റ്റിലേക്ക് എത്തപ്പെടുന്നത്. അപ്പൊ ആദ്യത്തെ കടമ്പയായ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആകെ ഒരൊറ്റ പരീക്ഷയുള്ളൂ. ആ പരീക്ഷയുടെ പാറ്റേൺ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ടോട്ടൽ 90 മിനിറ്റിന്റെ എക്സാം ആണ്. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വീതം വെച്ചിട്ടാണ് ചോദിക്കുന്നത്. ഇതിൽ ജനറൽ സയൻസിന് 25 മാർക്ക്, മാത്തമാറ്റിക്സിന് 25 മാർക്ക്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 30 മാർക്ക്, അവയർനെസ് ആൻഡ് കറണ്ട് അഫയർ 20 മാർക്ക്. അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് 90 മിനിറ്റ് ആണ് ഇവിടെ
ടൈം ഡ്യൂറേഷനും കാര്യങ്ങളും വരിക. ഇനി PWBD കാൻഡിഡേറ്റ്സ് സ്ക്രൈബുമായിട്ട് അക്കമ്പനി ചെയ്തിട്ടുള്ള PWBD കാൻഡിഡേറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് 120 മിനിറ്റ്സും കൂടി എക്സാമിനേഷൻ, അതായത് ഒരു 120 മിനിറ്റ്സും കൂടി നമുക്ക് എക്സാമിനേഷൻ ഡ്യൂറേഷൻ വരുന്നത് ഒന്ന് നോക്കി വെച്ചേക്കാം. ഇനി നെക്സ്റ്റ് എക്സാം സിലബസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇവിടെ RRB NTPC പറഞ്ഞ സിലബസ് ആയാലും JEE പറഞ്ഞ സിലബസ് ആയാലും JEE ജനറൽ പേപ്പർ പറയുന്ന സിലബസ് ആയിരുന്നാലും ഒക്കെ സെയിം സിലബസ് തന്നെയാണ്, അതിൽ മാറ്റം ഒന്നുമില്ല. ഇപ്പൊ മാത്സിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ നമ്പർ സിസ്റ്റം, ബോർഡ് മാസ്, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, LCM, HCF, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെന്റേജ്, മെൻസുറേഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഓൾജിബ്ര, ജോമെട്രി ആൻഡ് ട്രിഗ്നോമെട്രി, elementary statistics, square root, age calculation, calendar and clock, pipes and systems, അങ്ങനെ വരുന്ന മാത്സിന്റെ ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് ആണെങ്കിൽ കൂടിയും അനലോഗി ഉണ്ട്, ആൽഫബറ്റിക്കൽ സീരീസ് ഉണ്ട്, നമ്പർ സീരീസ് ഉണ്ട്, കോഡിംഗ് ഡീകോഡിംഗ്, അങ്ങനെ നമുക്ക് എന്തൊക്കെയാണോ നമ്മുടെ RRB NTPCയിൽ വന്ന സെയിം സിലബസ് തന്നെയാണ് നമുക്ക് ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിനകത്ത് വരുന്നത്. ഇനി ജനറൽ സയൻസ് ആണെങ്കിൽ 10ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ച CBSE ആണ്, NCERT ആണ്. അപ്പൊ NCERTയുടെ 10ാം ക്ലാസ് വരെയുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ് ചേർത്തിട്ടുള്ളതാണ് നമുക്ക് ജനറൽ സയൻസ് സിലബസ് വരിക. ഇനി അവയർനെസ് ആൻഡ് കറണ്ട് അഫെയർ ആണെന്നുണ്ടെങ്കിൽ അതിൽ സയൻസ് ആൻഡ് ടെക്നോളജി വരും, അതുപോലെ കൾച്ചർ വരും, സ്പോർട്സ് വരും, പേഴ്സണാലിറ്റീസ് വരും, അതുപോലെ ഏറ്റവും റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള കറണ്ട് അഫെയർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പം എക്സാം സിലബസിന് വേറെ ചേഞ്ചസ് കാര്യങ്ങളൊന്നും ഇല്ല. ഇനി എന്താണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്? അപ്പോ ഹൈറ്റ് പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഹൈറ്റ് നമുക്ക് ഇതിനകത്ത്, അതായത് ഹൈറ്റും വെയിറ്റും ഒന്നും ഇതിനകത്ത് റെയിൽവേ പറയുന്നില്ല. അതായത് നമുക്ക് ആകെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് ഇതിനകത്ത് ഈ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. മെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഒരു 35 കിലോ വെയിറ്റ് ക്യാരി ചെയ്യണം. ഓക്കെ, ലിഫ്റ്റ് ചെയ്യുകയും ക്യാരി ചെയ്യുകയും ചെയ്യണം. 100 മീറ്റേഴ്സ് ആണ്, 2 മിനിറ്റ് കൊണ്ടത് ക്യാരി ചെയ്യണം. അതായത് ആ വെയിറ്റ് തറയിൽ വെക്കാൻ പാടില്ല, അങ്ങനത്തെ രീതിയിൽ നമ്മളത് ക്യാരി ചെയ്യണം. 2 മിനിറ്റ് 100 മീറ്റർ ആണ് വെയിറ്റ് ക്യാരി ചെയ്യേണ്ടത്. ഓക്കെ, ഒരൊറ്റ ചാൻസ് മാത്രമേ തരുള്ളൂ. അതുപോലെ തന്നെ 1000 മീറ്റർ ഓടിയെടുക്കുകയും വേണം. അതും 4 മിനിറ്റ് 15 സെക്കൻഡിൽ ഒരു ചാൻസിൽ മാത്രം നിങ്ങൾക്ക് അത് ഓടി തീർക്കുകയും വേണം. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനകത്ത് വരുന്നത്. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റിനാണെങ്കിൽ 100 മീറ്റർ 2 മിനിറ്റ് കൊണ്ട് 20 കിലോഗ്രാം ഭാരം ലിഫ്റ്റ് ചെയ്യുകയും ക്യാരി ചെയ്യുകയും വേണം. അതും വെയിറ്റ് താഴെ വെക്കാൻ പാടില്ല. കൂടെ 1000 മീറ്റർ 5 മിനിറ്റ് 40 സെക്കൻഡിനുള്ളിൽ വെച്ചിട്ട് ഒരു ചാൻസിൽ ഒരു 1000 മീറ്റർ ഓടി തീർക്കുകയും വേണം. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് പെറ്റിനകത്ത് പറയുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. അപ്പൊ ഹൈറ്റും വെയിറ്റും ഒന്നും ഇതിനകത്തൊരു പ്രശ്നമേ അല്ല. ഇനി പോസ്റ്റ് പ്രിഫറൻസസ്, ഇനി ഏതൊക്കെ പോസ്റ്റുകളാണ് ഉള്ളത് എന്നുള്ളൊരു ചെറിയ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പോ പോസ്റ്റ് പ്രിഫറൻസസിൽ നമുക്ക് 2 രീതിയിൽ വരും. ഒന്ന് നമുക്ക് ഈ വർക്ക്ഷോപ്പിൽ വരുന്നതും വരും, അതുപോലെ ജനറൽ ആയിട്ട് വരുന്ന സർവീസസും ഉണ്ട്. അതില് നമുക്കിപ്പോ പ്രൊഡക്ഷൻ യൂണിറ്റ്, വർക്ക്ഷോപ്പ് ഒന്നും നമുക്ക് നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടില്ല. അപ്പൊ അതൊക്കെ നമുക്ക് ചെന്നൈ റീജിയൻ അങ്ങോട്ട് കടന്നിട്ടായിരിക്കും നമുക്ക് പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വരിക. ജനറൽ സർവീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിനകത്ത് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതില് അസിസ്റ്റന്റ് SNTയുടേതുണ്ട്. അത് നമുക്ക് എന്താ സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആട്ടോ ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. അതില് പ്രൊഡക്ഷൻ യൂണിറ്റിലും അതുപോലെ സിഗ്നലിലും ഉണ്ട്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. C1, B1 അങ്ങനെ ഓരോ മെഡിക്കൽ സ്റ്റാൻഡേർഡും ഉണ്ട്. അതിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 മേലോട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ളവർക്കാണ് കേരളത്തിൽ നമുക്ക് പ്രിഫറൻസ് കൂടുതൽ കേട്ടോ. അപ്പൊ അത് നോക്കിയിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. അത് അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ്, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് ഉള്ളതുണ്ട്. അതുപോലെ അസിസ്റ്റന്റ് ബ്രിഡ്ജ് ഉണ്ട്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അസിസ്റ്റന്റ് കാരേജ് ആൻഡ് വാഗൺ, അതായത് അസിസ്റ്റന്റ് C&W എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. നെക്സ്റ്റ് അസിസ്റ്റന്റ് ലോക്കോ ഷെഡ്, ഡീസൽ വന്നിട്ട് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് ഉണ്ട്, അതും ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇനി അസിസ്റ്റന്റ് പി വേ, അത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നെക്സ്റ്റ് വന്നിട്ട് അസിസ്റ്റന്റ് TL ആൻഡ് AC വന്നിട്ട്, അതായത് ട്രെയിൻസ് ലൈറ്റ് ആൻഡ് AC വന്നിട്ട് വർക്ക്ഷോപ്പ്, അത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇനി TL ആൻഡ് AC ഇലക്ട്രിക്കൽ ജനറൽ സർവീസും ഉണ്ട്. ഇനി അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. അതുപോലെ അസിസ്റ്റന്റ് TRD ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. പോയിന്റ്സ്മാൻ B ട്രാഫിക് ആണ്. അപ്പൊ ട്രാഫിക്കിൽ ഒരൊറ്റ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരൊറ്റ പോസ്റ്റ് വരുന്നത് പോയിന്റ്സ്മാൻ B ആണ്. അതുപോലെ ട്രാക്ക് മെയിൻ്റനർ
ഗ്രേഡ് 4 എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതില് ഗേൾസ് ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഗേൾസ് കൂടുതൽ ഫീമെയിൽസിൽ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ട പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ട്രാഫിക്കിനകത്ത് വരുന്ന പോയിന്റ്സ്മാൻ ബി ആണ്. അതൊരു സ്റ്റേഷൻ മാസ്റ്ററിന് താഴെ വരുന്ന, അല്ലെങ്കിൽ നമുക്ക് സ്റ്റേഷൻ മാസ്റ്ററിന് താഴെ വരുന്ന ഒരു പോസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണ്, നമ്മുടെ ഒരു ഗ്രീൻ സിഗ്നലും അതുപോലെ റെഡ് സിഗ്നലും ഒക്കെ കാണിക്കുന്ന ഒരു എന്താണ് പോസ്റ്റാണ് ഈ പറയുന്ന പോയിന്റ്സ്മാൻ ബി എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സ്ത്രീകൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. ബാക്കിയൊന്നും കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതല്ല, ജനറൽ സർവീസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് കൊടുക്കാൻ നല്ലത്. അതിൽ അസിസ്റ്റന്റ് ടി എൽ ആൻഡ് എ സി ഉണ്ട്. അത് നമുക്ക് ഈ പറയുന്ന എന്താണ് ജനറൽ സർവീസിനകത്ത് വരുന്ന അത് കൊടുക്കാം. വർക്ക്ഷോപ്പിനകത്ത്, അതായത് നമുക്ക് ജനറൽ സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും ട്രെയിനുമായിട്ടും ആൾക്കാരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ളതാണ്. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇന്റേണൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അതിൽ നമുക്ക് അസിസ്റ്റന്റ് C&W അത് നമുക്ക് കൊടുക്കാവുന്നതാണ്. എന്താണ്, ഫീമെയിൽസിന് കൊടുക്കാവുന്നതാണ്. അപ്പൊ നോക്കുക, വർക്ക്ഷോപ്പിൽ കൊടുക്കാൻ താല്പര്യപ്പെടുന്നുള്ളവർക്ക് വർക്ക്ഷോപ്പും അപ്ലൈ ചെയ്യാം. ഇതല്ല നിങ്ങൾ വർക്ക്ഷോപ്പ്, അതായത് പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി വരുന്ന പോസ്റ്റുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് നമുക്ക് പോസ്റ്റ് പ്രിഫറൻസ് കാര്യങ്ങളൊക്കെ വരിക. ഇതിനകത്ത് B1 മേലോട്ട് വരുന്ന സ്റ്റാൻഡേർഡ്, അതായത് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നവർക്ക് കേരളത്തിൽ ചാൻസ് കൂടുതലാണ്, കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതിൻ്റെതായ രീതിക്ക് നമ്മളത് പ്രിപ്പറേഷനും കാര്യങ്ങളും നടത്തുകയും വേണം കേട്ടോ. അപ്പൊ ഇതിൽ ഏതിനായിരുന്നാലും 10 ക്വാളിഫിക്കേഷൻ മതി, അല്ലെങ്കിൽ ITI മതി, അല്ലെങ്കിൽ NAC സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതിയാകും. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിട്ട്, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതിനൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. എന്നിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക. പിന്നെ പോസ്റ്റ് നമ്മൾ നോക്കുക, നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഒക്കെ ഏതൊക്കെയാണ് കറക്റ്റ് ആവുന്ന രീതിക്കുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് നോക്കുക. നമ്മൾ A1 ആണോ A2 ആണോ, അതുപോലെ A3 ആണോ B1 ആണോ B2 ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം പോസ്റ്റ് പ്രിഫറൻസ് എടുത്ത് നമുക്ക് എവിടേക്കാണ് കൊടുക്കാൻ താല്പര്യപ്പെടുന്നത്, അപ്പം ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ് അത് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്തില്ല, നിങ്ങൾ ഇപ്പോൾ A2 എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു പോസ്റ്റാണ് നിങ്ങൾ ആദ്യം പ്രിഫറൻസ് വെക്കുന്നെങ്കിൽ, നമുക്ക് എന്താ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ എക്സാം ചിലപ്പോൾ അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെഡിക്കൽ, അതായത് താഴെയുള്ള പോസ്റ്റ് അവർ എന്താണ് കൺസിഡർ ചെയ്യില്ല. അവർ ആദ്യം കൊടുത്തിരിക്കുന്ന ഏത് പോസ്റ്റ് ആണോ അതായിരിക്കും നമ്മൾ പ്രിഫറൻസ് കൂടുതൽ അവർ എടുക്കുക. അപ്പൊ നമ്മളത് അതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഔട്ടായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം, പോസ്റ്റ് ചെയ്താൽ നോക്കിയിട്ട് അത് ഫസ്റ്റ് പ്രിഫറൻസ് വെച്ചിട്ട്. അപ്പൊ നിങ്ങൾക്കിപ്പോ A2 എന്ന് പറഞ്ഞൊരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറ്റിയില്ല, അതിന്റെ ഒരു പോസ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് വെച്ചോളൂ. അത് ഫസ്റ്റ് പ്രിഫറൻസിൽ കൊടുക്കണ്ട. മെഡിക്കൽ സ്റ്റാൻഡേർഡ് എല്ലാം ക്ലിയർലി മീറ്റ് ചെയ്യുന്നു, ഇന്ന പോസ്റ്റിലേക്ക് എനിക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുള്ള ആ ഒരു പോസ്റ്റ് നിങ്ങൾ എടുത്തിട്ട് അത് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്ത് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. അതുപോലെ താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.